ബിഗ് ബോസ് മലയാളം സീസൺ 7 20-ാം ദിവസത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് വീട്ടിനകത്തൊരു ബഹളം തുടങ്ങുന്നതാണ്. ആ ബഹളത്തിന്റെ കാരണം തൊണ്ടി മുതൽ ഉൾപ്പെടെ ഒരു കള്ളിയെ പിടിച്ചിരിക്കുന്നതാണ്. സാധാരണഗതിയിൽ ആ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നാൽ ആ വീട് കത്തും. ആ രീതിയിൽ പ്രശ്നമുണ്ടാക്കുവാൻ കഴിവുള്ള ധാരാളം ആൾക്കാർ അതിനകത്തുണ്ട്. ഒരു ചെറിയ വാക്കുപോലും വന്നാൽ ഏത് വള്ളിയിലും കയറി പിടിച്ച് 1-നെ 9 മാറ്റുന്ന വിരുദ്ധന്മാരുടെ നടുവിൽ തൊണ്ടി മുതൽ ഉൾപ്പെടെ പിടിക്കപ്പെട്ടിട്ടും കള്ളിക്കൊരു കുലുക്കവുമില്ല. ആവേശ കമ്മിറ്റിയിലെ അണ്ണന്മാർക്കാർക്കും യാതൊരു പ്രശ്നവുമില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? എപ്പിസോഡിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് വിശദമായി പറയാം. അതിനു മുൻപായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മടിക്കരുത്. അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് അടിക്കുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. തുടക്കത്തിൽ കാണുന്നത് അപ്പാനി ശരത്ത് കാപ്പി വെച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നൂറയുടെ അടുക്കലേക്ക് വരുന്നതാണ്. അപ്പോൾ നൂറ പറയുന്നു വെച്ച്. ഉടനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് കാപ്പിപ്പൊടിയോ, ഇത് എവിടുന്ന് കിട്ടി? അപ്പോൾ പിന്നിൽ ഒരു കോർണറിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ദാ അവിടെ ഇരുന്നു. ഇതെങ്ങനെ അവിടെ വന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ ഏറെ തപ്പിയല്ലോ, കാപ്പിപ്പൊടി തീർന്നു പോയതല്ലേ? അപ്പോൾ ചാരിക പറയുകയാണ് അതാരോ അവിടെ ഒളിപ്പിച്ചു വെച്ചതാണ്. വരട്ടെ വരട്ടെ, കുക്ക് ചെയ്യാനൊക്കെ വരട്ടെ, അവിടെ നിൽക്കേ. ആരാ ഈ കാപ്പിപ്പൊടി എടുത്തത് എന്നുള്ളത് ഇപ്പോൾ അറിയണം. തുടർന്ന് ക്യാപ്റ്റനെ വിളിക്കുന്നു. ക്യാപ്റ്റനോട് കിച്ചൺ ക്യാപ്റ്റൻ പറയുകയാണ് ഇന്നലെ കാപ്പിപ്പൊടി തീർന്നതാണ്. ബിന്നി ഒരു കാപ്പി ചോദിച്ചു ഇവിടെ വന്നു, പക്ഷെ കാപ്പിപ്പൊടി ഇല്ല എന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. ഞാൻ ആ സമയത്ത് ഈ കാപ്പിപ്പൊടി പാത്രം എടുത്ത് ഉയർത്തി കാണിച്ചിട്ട് കാപ്പിപ്പൊടി തീർന്നുവെന്ന് എല്ലാവരും കേൾക്കെ വിളിച്ചു പറയുകയും ചെയ്തതാണ്. പക്ഷെ ദേ ഇപ്പോൾ നോക്കിക്കേ, ഒരു പാത്രത്തിന്റെ പകുതിയോളം കാപ്പിപ്പൊടി ഇവിടെ ഇരിക്കുന്നു. ഇത് ഇപ്പൊ എവിടുന്ന് വന്നു? അപ്പാനിയുടെ ആക്രോശം കേട്ടുകൊണ്ട് ജിസൈൽ പതുക്കെ അന്നനടത്തം നടന്ന് അടുക്കള വാതിക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ് അത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എവിടെ? കള്ളം പറയരുത്. നിങ്ങൾ കിച്ചൺ ടീമിന്റെ കുഴപ്പമാണ്. ഈ സാധനം അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, നിങ്ങൾ കാണാഞ്ഞതാണ് പ്രശ്നം. തുടർന്ന് ജിസൈൽ അടുക്കളയുടെ ഒരു കോർണറിലേക്ക് പോയി 2 പാത്രങ്ങൾ അകത്തിയിട്ട് അതിന്റെ ഇടയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ഇതിന്റെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ നെഗ്ലിജന്റ് ആണ്, അതാണ് പ്രശ്നം, അല്ലാതെ എന്റെ പ്രശ്നമല്ല. ഇവിടെ ഞാനിതൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. നിങ്ങളാണ് ഇതൊക്കെ ശ്രദ്ധിച്ചു ചെയ്യേണ്ടത്. നിങ്ങളല്ലേ കിച്ചൺ ടീം, അപ്പൊ നിങ്ങളല്ലേ ഇതൊക്കെ നോക്കേണ്ടത്. പിന്നെയും അവിടെ പ്രശ്നമാവുകയാണ്. അവിടെയുള്ള പെൺകുട്ടികൾ എല്ലാവരും കൂടെ ചോദിക്കുകയാണ് ജിസൈൽ ഇന്നലെ കാപ്പിപ്പൊടി തീർന്നതാണ്. ജിസൈലും കൂടി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇന്നലെ കാപ്പിപ്പൊടി തീർന്നു എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞതാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ ജിസൈലിന് അത് പറയാമായിരുന്നല്ലോ. പക്ഷെ ജിസൈൽ അത് പറയാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് ജിസൈൽ ഇത് കണ്ടിട്ട് പറയാതിരുന്നത്? അത് തെറ്റല്ലേ? മാത്രവുമല്ല ഞങ്ങൾ ഇതിനകത്ത് മുഴുവൻ അരിച്ചു പെറുക്കുകയാണ് ഇവിടെ കാപ്പിപ്പൊടി ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി. പക്ഷേ ഇതിനകത്ത് എങ്ങും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല ഇവിടെ കാപ്പിപ്പൊടി ഇല്ലായിരുന്നു. അതുകൊണ്ട് ജിസൈൽ കള്ളം പറയരുത്. അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ കാണാത്തതിനിപ്പോൾ എന്നെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? ഞാനൊന്നും എടുത്തിട്ടില്ല, നിങ്ങളാണ് പ്രശ്നക്കാർ. ഇത് പറഞ്ഞിട്ട് കുറ്റം കിച്ചൺ ടീമിന്റെ തലയിലേക്ക് അതിവിദഗ്ധമായ രീതിയിൽ ജിസൈൽ അങ്ങോട്ട് കെട്ടിവെക്കുകയാണ്. പക്ഷേ ജിസൈലാണിത് ചെയ്തത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. ആര്യൻ, നെവിൻ ഇവരൊക്കെ പറയുന്നുണ്ട് ജിസൈലിന് തെറ്റുപറ്റി, ജിസൈലാണത് ചെയ്തത്. ഇത് പറയുന്ന സമയത്ത് ജിസൈലിന്റെ വായടയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുകയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരാൾക്ക് എത്ര പ്രാവശ്യമാണ് ഇത്തരത്തിലുള്ള തെറ്റുപറ്റുന്നത്? 1 പ്രാവശ്യം പറ്റി, ഓക്കെ. 2 പ്രാവശ്യം പറ്റി, അതും വിടാം. 3 പ്രാവശ്യമായി 4 പ്രാവശ്യമായി എല്ലാ ദിവസവും ഇങ്ങനെ തെറ്റ് തന്നെ പറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടരുത്. ഇവൾ കള്ളിയാണ്, പെരുങ്കള്ളിയാണ്. അപ്പോൾ ദേ വീണ്ടും ജിസൈൽ അതിനെ പ്രതിരോധിക്കുകയാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്കും കോഫി വേണം. എന്നോട് പറയും കോഫി ഉണ്ടാക്കാൻ വേണ്ടി. ഇവിടെ പല ആൾക്കാർക്കും രാവിലെ ഞാനാണ് കോഫി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി 3 പാക്കറ്റ് കോഫി പൗഡറും കൂടി ഉണ്ട്. അത് കൊള്ളാലോ, 3 പാക്കറ്റ് കൂടി ഉണ്ടെന്നോ? എന്നിട്ട് അത് എവിടെ കൊണ്ടുവച്ചു? നിങ്ങളത് കണ്ടെത്ത്. ജിസൈൽ അങ്ങനെ പറയാതെ. ഇല്ല, നിങ്ങളത് കണ്ടുപിടിക്ക്. ജിസൈലിന്റെ തന്റെ ഇടം അത് സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ. മുഴുവൻ ആൾക്കാരും കൂടി ജിസൈലിനെ വട്ടമിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജിസൈലാണ് ഈ കള്ളത്തരം കാണിച്ചത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട്. അത് കൃത്യമായിട്ട് അവർ ജിസൈലിന്റെ മുഖത്ത് നോക്കി പറയുന്നു. ആര്യനും നെവിനും ഉറ്റ സുഹൃത്തുക്കളാണ്. അവരും പറഞ്ഞു ജിസൈലിന് തെറ്റു പറ്റിയിട്ടുണ്ട്, ജിസൈൽ അങ്ങ് സമ്മതിച്ചാൽ മതിയെന്ന്. പക്ഷേ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആ പെൺകുട്ടി അതിനെ പ്രതിരോധിക്കുകയാണ്. നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങൾ കാണാതിരുന്നതാണ്, സംഗതി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ പിടിച്ചു വാദിക്കുകയാണ്. എന്നിട്ട് അവസാനം ആ കിച്ചൺ ടീം കഴിഞ്ഞ 4 ദിവസമായിട്ട് അതിനകത്ത് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണാത്ത കാര്യം ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനിയും 3 പാക്കറ്റും കൂടി ഇരിപ്പുണ്ട്, അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പോയി കണ്ടെത്ത് എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ടെടുത്തോ. ഇതിനൊക്കെ എന്തു മറുപടിയാണ് പറയേണ്ടത്? പക്ഷെ ഇതിനകത്തെ ഏറ്റവും വലിയ രസം ജിസൈൽ മോഷ്ടിക്കുന്ന ആളാണെന്ന് നമുക്കറിയാം. പക്ഷേ
അവിടെ നിസ്സാര കാര്യങ്ങൾ നടന്നാൽ ഉടൻ തന്നെ അതിശക്തമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. രൂക്ഷമായ ഭാഷയിലാണ് ഓരോ കണ്ടസ്റ്റന്റിനെയും അവിടെ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും തിരിയാനും പിരിയാനും വിടില്ല. വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും ഉൾപ്പെടെ പറഞ്ഞ് ആക്രമിക്കുന്ന ഒരു കൂട്ടം അണ്ണന്മാരാണ്. അവരൊക്കെ എന്ത് സൗമ്യതയോടും എത്ര സഭ്യമായ ഭാഷയിലുമാണ് ജിസൈലിനോട് ഇടപഴകുന്നത്. ജിസൈലാണ് ഈ കള്ളത്തരം കാണിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ജിസൈൽ തെറ്റാണ് ചെയ്തതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്ന ഭാഷയ്ക്ക് ഒരു സൗന്ദര്യമുണ്ട്, ആ ഭാഷയ്ക്ക് ഒരു ഭംഗിയുണ്ട്. മനോഹരമായ രീതിയിലാണ് എല്ലാവരും ജിസൈലിനോട് അത് സംസാരിക്കുന്നത്. ജിസൈലിന് എന്താ കൊമ്പുണ്ടോ? അതല്ല അവിടുത്തെ പ്രശ്നം. ജിസൈൽ ഈ വീട്ടിൽ വന്നു കയറി ചില ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനപ്പെട്ട ഓരോ ആണുങ്ങളെയും ജിസൈലിന്റെ കസ്റ്റഡിയിലാക്കി. അനുമോള് പറഞ്ഞതുപോലെ ജിസൈലിന്റെ പാവാടത്തുമ്പിൽ അക്ബർ, ഷാനവാസ്, നെവിൻ, ആര്യൻ ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരെയും കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവരെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത് ജിസൈലിന് നന്നായിട്ട് അറിയാം. കൃത്യസമയത്ത് അവരോട് പോയി ചോദിക്കും, കോഫി വേണോ, ഞാൻ കോഫി ഇട്ട് തരട്ടെ. അയ്യോ, ഇത് കേൾക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. ആ വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് ആർക്കും ഇല്ലാത്ത ഒരു കരുതലും സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ ഇവിടുത്തെ ആൺകുട്ടികളോട് അത് ജിസൈലിന് മാത്രമേ ഉള്ളൂ. ഇത്രയും സ്നേഹത്തോടു കൂടി അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ ഒരു നിസ്സാര കുറ്റം ഓർ ചെയ്താൽ അതെങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്? ഇനി അഥവാ പറയേണ്ട സാഹചര്യം വന്നാൽ പോലും അതിന് പറയേണ്ടതായിട്ടുള്ള ഒരു രീതിയുണ്ട്. മറ്റുള്ളവരെയൊക്കെ ആയും പൂവും ഒക്കെ വിളിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ജിസൈലിനോട് എത്ര സ്നേഹത്തോടും സൗമ്യതയോടും എത്ര സന്തോഷത്തോടും കൂടിയാണ് സംസാരിക്കുന്നത്. ഇവന്മാരൊക്കെ ഇത്ര മൊണ്ണകളായി പോയല്ലോ എന്ന് അനുമോൾ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. ആ വാക്ക് തന്നെ ആ വീട്ടിൽ ഭയങ്കര ദുരന്തമായി, ഭൂകമ്പമായി മാറി. അവസാനം ലാലേട്ടൻ അതിനെ ലോകം മുഴുവൻ കാണിക്ക വിളിച്ചു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്തായി? ഒടുവിൽ കള്ളി മഹത്വവൽക്കരിക്കപ്പെട്ടു. കള്ളം ചെയ്യാതിരുന്ന അനുവിനെ ഇപ്പോഴും ആൾക്കാർ പുറകിന് നടന്ന് ചെപ്പാത്തി കള്ളി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെപ്പാത്തി കള്ളി എന്ന് അനുവിന് പേരിട്ടതാരാണ്? ജിസൈൽ തന്നെയാണ്. ആ പേരിപ്പോൾ ഏറ്റുപിടിച്ച് എല്ലാവരും വിളിക്കുന്നുണ്ട്. അനുമോൾ മാത്രമാണ് ജിസൈലിന്റെ മുഖത്ത് നോക്കി കള്ളി എന്ന് വിളിച്ചത്. പക്ഷേ അത് ഏറ്റുപിടിക്കുവാൻ ആരും വന്നില്ല. ഒരാൾ പോലും ഇന്ന് ഇത്രയും സമയമായിട്ടും ജിസൈലിനെ കാപ്പിപ്പൊടി കള്ളി എന്ന് വിളിച്ചില്ല, മേലാലും വിളിക്കുകയുമില്ല. അതാണ് ജിസൈലിന്റെ ട്രിക്ക്. ഓരോ ആൾക്കാരെയും എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത് ജിസൈലിന് നന്നായിട്ട് അറിയാം. അവർ കളി പഠിച്ചിട്ട് തന്നെയാണ് ഈ ഗോദയിലേക്ക് കളിക്കുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ജിസൈലിനി അതിനകത്ത് എന്തെല്ലാം പരിപാടികൾ ആസൂത്രണം ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാനൊന്നും അവിടെ ആരും മുതിരത്തില്ല. എനിക്ക് ഷാനവാസിനെയൊക്കെ ഓർക്കുമ്പോൾ അയ്യോ പാവം തോന്നുകയാണ്. സത്യത്തിൽ ഈ ഷാനവാസ്, അനീഷ്, അതുപോലെ ഒനിൽ, സാബു ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഇവരുടെ മുമ്പിൽ മുട്ടുമടക്കി പോയെന്നാണ് എന്റെ സംശയം. എന്തായാലും ജിസൈലിന് മൂക്കുകയറിടുവാൻ ബിഗ് ബോസ് തീരുമാനിച്ചു. ആ തീരുമാനം ബിഗ് ബോസ് നടപ്പാക്കുന്നത് എപ്പിസോഡിന്റെ അവസാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് വഴിയെ പറയാം. എന്തായാലും കള്ളി വെളിച്ചത്തായി എന്ന് ജിസൈലിന് മനസ്സിലായി. ഭയങ്കര തൊലിക്കെട്ടിയാണ്, അപാര തൊലിക്കെട്ടി. ജിസൈൽ അവസാനം വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് കിച്ചൺ ടീമിന് ഒരു ടാസ്ക് കൊടുത്തിട്ടാണ് അവിടുന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നത്. നിങ്ങൾ കണ്ടെത്തുക ബാക്കി 3 കവർ കോഫി പൗഡർ എവിടെയായിരിക്കുന്നെന്ന്. ദാറ്റ് ഈസ് എ ടാസ്ക്. വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ ബോംബിട്ട് കത്തിച്ചതുപോലെ ചില വില്ലന്മാർ ഇന്ന് അവിടം കുരുതിക്കളമാക്കി മാറ്റിയനെ, പൊട്ടിച്ചു കളഞ്ഞേനെ മുഴുവനും കൂടി. ഇതാണ് ജിസൈൽ. അടുത്തതായി കാണുന്ന കാഴ്ച അക്ബറും അപ്പാനിയും കൂടിയുള്ള ഒരു സംഭാഷണമാണ്. ഇന്നലെ നടന്നൊരു പ്രശ്നത്തെക്കുറിച്ചാണ് അവരവിടെ സംസാരിക്കുന്നത്. രേണു സുധിയെ ഞാൻ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു. അതൊരു ടാസ്കിനോടുള്ള ബന്ധത്തിൽ സംഭവിച്ച കാര്യമാണ്. അത് എല്ലാ ആൾക്കാർക്കും മനസ്സിലാകും. പക്ഷേ ഇവൻ ആ പെൺകുട്ടിയെ, വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയെ എന്തൊക്കെയാണ് വിളിച്ചത്? ആ കൊച്ചിന്റെ അപ്പന്റെ പ്രായമുണ്ട്. ഇവൻ വളരെ ടോക്സിക് ആണ്. ഒനിൽ സാബുവിനെ കുറിച്ചാണ് പറയുന്നത്. രണ ഫാത്തിമയുമായിട്ട് ഇന്നലെ വഴക്കുണ്ടായപ്പോൾ ഇയാൾ രണയെ തെറി പറഞ്ഞായിരുന്നു. അതിനെ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവന്മാർ ഭയങ്കര ടോക്സിക് ആണെന്നാണ് പറയുന്നത്. ഒട്ടും തന്നെ വിഷാംശം ഇല്ലാത്ത ആൾക്കാരാണ് ഈ സംസാരിക്കുന്ന 2 ആൾക്കാരും. അതുകൊണ്ട് ഭാഗ്യം, നമുക്ക് അവരുടെ പക്ഷത്ത് ഇപ്പോൾ നിൽക്കാം. അടുത്ത കാഴ്ച വിശപ്പിന്റെ വിളിയാണ്. വിശപ്പിന്റെ വിളിയൊടുവിൽ നിലവിളിയായിട്ട് മാറുന്നു. ആ നിലവിളിയുടെ ആൾക്കാരെല്ലാവരും കൂടി അടുക്കളയ്ക്കകത്തേക്ക് ഇരച്ചു കയറുന്നു. അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. സമയം കഴിഞ്ഞു. ഇത്രയും സമയമായിട്ടും ചോറും കറിയും ഉണ്ടാക്കിയിട്ടില്ല. വിശക്കുന്നു. പല ആൾക്കാർക്കും മരുന്ന് കഴിക്കേണ്ടവരാണ്. അവർ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം എങ്ങനെ ക്രമീകരിക്കണം, എന്തൊക്കെ ഏത് സമയത്ത് ഉണ്ടാക്കണം എന്നുള്ള ഷാനവാസിന്റെ ക്ലാസ് നടക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ അനുവിന്റെ ഭക്ഷണത്തിനുള്ള സർട്ടിഫിക്കറ്റും ഷാനവാസ് കൊടുക്കുന്നുണ്ട്. ആര്യന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ അടുക്കള വാതുക്കൽ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജിസൈൽ കാപ്പിപ്പൊടി മോഷ്ടിച്ചപ്പോൾ ഇത്രയും ബഹളമില്ലായിരുന്നു. പക്ഷേ ഭക്ഷണം താമസിച്ചപ്പോൾ അനു ആണ് ഭക്ഷണം പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നയാൾ. അതുകൊണ്ട് അനുവിന്റെ നെഞ്ചത്ത് കയറാൻ പറ്റിയൊരവസരമായിട്ട് കണ്ടുകൊണ്ട് അതുവരെയും മിണ്ടാതിരുന്ന, രാവിലെ മോഷണം നടന്ന് അത് പിടിച്ചിട്ട് കമാന്നരക്ഷരം ഉരിയാടാതിരുന്ന ഷാനവാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അനുവിന്റെ മെക്കിട്ട് കയറുന്ന മനോഹരമായ കാഴ്ചയാണ് പിന്നീട് അരങ്ങേറിയത്. എന്തായാലും ആ പ്രശ്നം കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്ക് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ പതിവ് കലാപരിപാടികളോടുകൂടി തന്നെയാണ് അവസാനിച്ചത്. എന്താണ് പതിവ് കലാപരിപാടി? അനുവിന്റെ കരച്ചിലാണ്.
എല്ലാവരും കൂടി ഒരുമിച്ച് പഞ്ഞിക്കിട്ടപ്പോഴേക്കും അനുവിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അനു നല്ല ടേസ്റ്റി ഫുഡൊക്കെയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തുവെങ്കിൽ പോലും സമയത്തും ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയൊരു കുറ്റം അനുവിൻ്റെ മേൽ മാത്രം കെട്ടിവെക്കുകയാണ്. 6 പേർ അടുക്കളയ്ക്കകത്തുണ്ട്, പക്ഷേ അനുവാണ് മെയിൻ കുക്ക്. അതുകൊണ്ട് അനുവിൻ്റെ മേൽ പൊങ്കാലയിട്ടു. അനുവിൻ്റെ കരച്ചിലോടുകൂടിയാണ് ആ പരിപാടി അവിടെ അവസാനിക്കുന്നത്. അടുത്തത് ജയിൽ നോമിനേഷൻ ആയിരുന്നു. ടാസ്കുകളിലും ആ വീട്ടിലുള്ള ഓരോരോ പരിപാടികളിലും മോശം പ്രകടനം കാഴ്ചവെച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന 2 ആൾക്കാരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ആദ്യം തന്നെ അനീഷാണ് എഴുന്നേൽക്കുന്നത്. അനീഷ് അഭിലാഷിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം അഴിച്ചുവിടുകയാണ്. ബിഗ് ബോസ്, ഈ വീട്ടിൽ ഏതെല്ലാം തരത്തിലുള്ള മോശം വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റുമോ അത് മുഴുവനും വിളിച്ചു പറഞ്ഞ അനീഷിനെയാണ് ജയിലിലേക്ക് ഞാൻ ഒന്നാമതായി നോമിനേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ നോമിനേഷൻ ഒനിലിനെയാണ്. ഒനിൽ നിഷ്ഠൂരമായ വാക്കുകൾ ഉപയോഗിച്ചു. പറയാൻ പാടില്ലാത്ത വാക്കുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ബിഗ് ബോസ് വീടിനകത്ത് കഴിഞ്ഞ ദിവസം അയാൾ ഉപയോഗിച്ചു. രണ ഫാത്തിമയെ തെറി വിളിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവർ 2 ആൾക്കാരും അശ്ലീലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 പേരെയും കൂടി ജയിലിലിട്ടേക്കാനാണ് പറയുന്നത്. ലൈവ് കണ്ടവർക്കറിയാം, ഈ സീസൺ തീരുന്ന സമയം വരെ ജയിലിലിടാനുള്ള മാർഗമുണ്ടെങ്കിൽ ഈ 2 ആൾക്കാരെയും ജയിലിൽ അടച്ചേക്കാനാണ് അനീഷ് ബിഗ് ബോസിന് സാരോപദേശം കൊടുക്കുന്നത്. തുടർന്നെത്തുന്നത് അഭിലാഷാണ്. അഭിലാഷ് ജിസൈലിനെയും ആര്യനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതിനു പിന്നാലെ ഒനിൽ സാബു എത്തുന്നു. അയാൾ അനീഷിന്റെ പേരാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അത് കേട്ടുകൊണ്ട് ഒനിലിന്റെ മുഖത്തേക്ക് അനീഷ് ഒന്ന് നോക്കുന്നുണ്ട്. നീ പകപോക്കുകയാണ് അല്ലേടാ എന്നുള്ള മുഖഭാവത്തോടു കൂടി. ഒനില് അനീഷിന്റെ നേരെ ആരോപിച്ച കുറ്റം ഇതാണ്: ബിഗ് ബോസ് സംസാരിച്ചിട്ട് തിരികെ സംസാരിക്കുവാനും അത് അനുസരിക്കുവാനുമുള്ള മനസ്സ് കാണിക്കാത്ത, ബിഗ് ബോസ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള യുക്തിയില്ലാത്ത ചെറിയ മനസ്സിന്റെ ഉടമയായിട്ടാണ് അനീഷിനെ അയാൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് അനീഷിനെ ജയിലിലടക്കണമെന്നാണ് ഒനിലിന്റെ കംപ്ലൈന്റ്. രണ്ടാമത് നോമിനേറ്റ് ചെയ്തത് ജിസൈലിനെയാണ്. ജിസൈൽ മോഷ്ടിക്കുന്നു എന്നുള്ള ആരോപണം വെച്ചിട്ടാണ് ജിസൈലിന്റെ പേര് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരായി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പലരെയും നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലേക്ക് നമ്മുടെ ജിസൈൽ വരികയാണ്. ജിസൈൽ അഭിലാഷിനെയും ഒനിലിനെയുമാണ് നോമിനേറ്റ് ചെയ്തത് ജയിലിലേക്ക്. അവർ പറയുന്ന കാര്യം ഇതാണ്: ഇന്നലെ ആര്യൻ എൻ്റെ അടുക്കൽ ഇരിപ്പുണ്ടായിരുന്നു. ആര്യൻ കരയുന്നുണ്ടായിരുന്നു, അവൻ്റെ കണ്ണുനീർ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ആര്യൻ ചിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരും കൂടി വന്ന് അവിടെ ഭയങ്കര ബഹളമുണ്ടാക്കുകയും തെറി പറയുകയുമായിരുന്നു. അതുകൊണ്ട് ഇവരെ 2 പേരെയും നോമിനേറ്റ് ചെയ്യുകയാണ്. ജിസൈൽ ഇത് പറയുന്ന സമയത്ത് അവിടെ ഇത് കേട്ടുകൊണ്ട് പലരും ചിരിക്കുകയാണ്. കാരണം ആര്യന്റെ ചിരി അവിടെ കണ്ട ധാരാളം ആൾക്കാരുണ്ട്. അതുമാത്രവുമല്ല, എപ്പിസോഡിൽ കൂടിയും ലൈവിൽ കൂടിയും ലോകം മുഴുവനുള്ള മലയാളി പ്രേക്ഷകരെ ബിഗ് ബോസ് ഈ ദൃശ്യങ്ങൾ കാണിക്കുകയും ചെയ്തു. പക്ഷേ ജിസൈൽ വളരെ വിദഗ്ധമായി കള്ളം പറയുകയാണ്. ആര്യന്റെ കണ്ണുനീർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ആള് വളരെ ബ്രില്യൻ്റ് ആണ്. ജിസൈലിനെ പോലെയുള്ള 10 പേർ ഇതുപോലൊരു ഷോയ്ക്കകത്ത് വന്നാൽ കാണികൾക്ക് അത് ശരിക്കും ഒരു ഉത്സവം തന്നെയായിരിക്കും. നോമിനേഷൻ അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശൈത്യ വരുന്നു. ശൈത്യ നോമിനേറ്റ് ചെയ്തത് ജിസൈലിനെയും അനീഷിനെയുമാണ്. അനീഷിനെ നോമിനേറ്റ് ചെയ്യുവാനുള്ള കാരണം ബിഗ് ബോസിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു. ജിസൈലിനെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ മോഷണ കുറ്റം ആരോപിച്ചിട്ടാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ രസകരമായൊരു കാര്യം, കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ അത്രയും പ്രശ്നമുണ്ടാക്കിയത് ആര്യനാണ്. ശൈത്യയാണ് ആ സമയത്ത് ലൈവ് സ്റ്റോറി പറയുന്നത്. അവരവരുടെ കണ്ണുനീരിൽ കുതിർന്ന കഥ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര്യന്റെ ഈ ചിരിയെ തുടർന്നാണ് അവിടെ വിഷയമുണ്ടാകുന്നത്. ഈ ജയിൽ നോമിനേഷനിൽ ധാരാളം ആൾക്കാർ ആര്യന്റെ പേര് പറയുന്നുണ്ട്. അത് പറയാനുള്ള കാരണം ശൈത്യ സന്തോഷിന്റെ ലൈവ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ അപമാനിക്കുകയായിരുന്നു. അവരെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഇയാൾ അവിടെ ഇരുന്ന് ചിരിച്ചത്. ഇത് പറഞ്ഞിട്ടാണ് ആര്യനെ പല ആൾക്കാരും നോമിനേറ്റ് ചെയ്യുന്നത്. എന്നാൽ ശൈത്യയാകട്ടെ കയറി ചെന്ന് ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് അതിൽ യാതൊരു ഫീലുമില്ല, എനിക്കതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് കേട്ട ആൾക്കാർ ശശിയായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അവൾക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിച്ചത്, പക്ഷേ അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന്. സത്യത്തിൽ ശൈത്യയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഒനിൽ സാബുവും അഭിലാഷും സത്യത്തിൽ ഇരുവരും അടിവില്ലിൽ വീണതുപോലെ ആയിപ്പോയി. ഒടുവിൽ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചപ്പോൾ ജിസൈലിന് 10 വോട്ടുകളാണ് ലഭിച്ചത്. ആര്യന് 7 വോട്ടുകളും ഒനിൽ സാബുവിന് 7 വോട്ടുകളും, അഭിലാഷിന് 6 വോട്ട്, അനീഷിന് 4 വോട്ട്. തുടർന്ന് 7 വോട്ടുകൾ വീതം ലഭിച്ച ഒനിലിനെയും ആര്യനെയും നിർത്തിക്കൊണ്ട് രണ്ടാമത്തെ വോട്ടെടുപ്പ് വീണ്ടും നടക്കുകയാണ്. ഈ രണ്ടാമത്തെ വോട്ടെടുപ്പിൽ 10 ആൾക്കാരാണ് ഒനിലിനെ തള്ളി പറഞ്ഞത്. അങ്ങനെ 10 വോട്ടുകളോടുകൂടി ഒനിലും ജിസൈലും ജയിലിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ടു. തുടർന്ന് കാണുന്ന കാഴ്ച നോമിനേഷന്റെ അലയൊലികൾ അത് വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നതാണ്. ഒനിലും രണ ഫാത്തിമയും തമ്മിൽ മുടിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. രണ ഫാത്തിമ ഒനിലിന്റെ മുൻപിൽ കിടന്ന് പട്ടി ഷോ കാണിക്കുന്നു, എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നു. അതിനെതിരായിട്ട് പൊറുതി മുട്ടിയിട്ട് അയാൾ അവസാനം തലയടിച്ച് പൊട്ടിക്കും. നിന്റെ ബോയ് ഫ്രണ്ടിനില്ലാത്ത ചങ്കുറ്റം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെങ്കൊച്ചനെ വീണ്ടും ട്രിഗർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറെ ഷോകൾ. ഇതിനിടയിലേക്ക് ഷാനവാസ് വന്ന് പറയുന്നുണ്ട്, ഒരു പരിധിയില്ലേ, വെറുതെ ഇങ്ങനെ കിടന്ന് സംസാരിക്കാതെ എല്ലാത്തിനും ഒരു പരിമിതിയില്ലേ,
താനാരാത് ചോദിക്കാൻ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രേണ കത്തുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, കണ്ടിന്യൂ, നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോളൂ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഷാനവാസ് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഈ ഒരു നോമിനേഷനോടുകൂടി ബിഗ് ബോസ് വീട്ടിലെ ആസ്ഥാന തെറിയന്മാരുടെ സ്ഥാനത്ത് അഭിലാഷിന്റെയും ഒനിലിന്റെയും പേരുകൾ എഴുതി ചേർക്കുകയാണ്. ഇതിനെതിരെയാണ് പിന്നെ അടുത്ത യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അഭിലാഷ് പോയിട്ട് അപ്പാനിയോട് പറയുന്നുണ്ട്, ഇവിടെ അമ്മയ്ക്ക് വിളിച്ചവന്മാർ വരെയുണ്ട്, അത്രയും വലിയ തെറിയൊന്നും നമ്മൾ വിളിച്ചിട്ടില്ല. ആരാടാ അമ്മയ്ക്ക് വിളിച്ചത്? നീയാടാ വിളിച്ചേ? ഞാൻ അമ്മയ്ക്ക് വിളിച്ചെന്നോ? ആരുടെ അമ്മയ്ക്ക് വിളിച്ചെന്ന്? ആരുടെ അമ്മയ്ക്ക് വിളിച്ചെന്നോ? നീ ഇങ്ങനെ ഇറങ്ങി വാടാ, ഞാൻ നിന്നോട് പറയാം. അപ്പോഴേക്കും അപ്പാനി ഇറങ്ങി വരികയാണ്. അപ്പാനിയെ വിളിച്ചുകൊണ്ട് അഭിലാഷ് മാറ്റി നിർത്തിക്കൊണ്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. ആ വാക്കുകൾ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യുകയാണ്. അപ്പാനി സമ്മതിക്കില്ല. എടാ, നീ അയാളെ അമ്മയ്ക്ക് വിളിച്ചതിന് ശേഷം എൻ്റെ അടുക്കൽ വന്ന് എന്നോട് നീ പറഞ്ഞല്ലോ ഞാൻ അമ്മയ്ക്ക് വിളിച്ചെന്ന്. ഞാൻ പറഞ്ഞെന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിന്റെ ഓർമ്മയായിരിക്കും. എൻ്റെ പൊന്നുമോനെ, ഞാൻ കള്ളം പറയില്ല. എൻ്റെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, നീ വിളിച്ചിട്ട് എന്നോട് വന്ന് വലിയ വീരവാദം അടിച്ചു, നീ അമ്മയ്ക്ക് വിളിച്ചെന്ന്. അങ്ങനെ തള്ളയ്ക്ക് വിളിച്ച നീയാണ് ഇപ്പോൾ ഞാൻ തെറിയനാണെന്ന് പറഞ്ഞ് എന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവർ തമ്മിൽ ബഹളമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഈ സീസൺ ഗംഭീര സീസണാണ്. ഈ സീസണിലേക്ക് ബിഗ് ബോസ് വിളിച്ചു കയറ്റിയിരിക്കുന്ന നല്ലൊരു ശതമാനം ആണുങ്ങളും നാക്കെടുത്താൽ പുഴുത്ത തെറി മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവരെ ട്രിഗർ ചെയ്യുവാൻ ആർക്കും പറ്റും. നിസ്സാര വാക്കുകളുടെ മുമ്പിൽ അവർ പൊട്ടിത്തെറിക്കും. ഒരുപക്ഷെ ബിഗ് ബോസ് വീടിനുള്ളിൽ കൊലപാതകം നടന്നാലും അതിനകത്ത് അതിശയോക്തി ഒന്നും ഉണ്ടാവില്ല. കാരണം ആ ടൈപ്പ് ആൾക്കാരെയാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് സെലക്ട് ചെയ്ത് അകത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബോസിന് ഈ പ്രാവശ്യം മൈക്ക് മ്യൂട്ട് ചെയ്ത് ഊപ്പാട് വരാനുള്ള സാധ്യതയുണ്ട്. കളി തുടങ്ങി ആദ്യത്തെ 2 ആഴ്ച പ്രശ്നം നടക്കുമ്പോൾ എമ്മിൽ തുടങ്ങുന്ന തെറിയൊക്കെയായിരുന്നു പറയുന്നത്. അതിപ്പോൾ തെറിയല്ല എന്ന് പൊതുവെ മലയാളികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് മാകൂട്ടി വിളിക്കുന്ന തെറിയൊക്കെ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ തെറിയുടെ ലെവലിൽ നിന്നാൽ പറ്റില്ല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് എതിരാളിയെ കീഴ്പ്പെടുത്തുവാൻ അതിനേക്കാൾ ഗ്രേഡ് കൂടിയ തെറി അവർ ഉപയോഗിക്കുവാൻ തുടങ്ങി. റെന ഫാത്തിമയ്ക്കെതിരെ ഒനിൽ സാബു ഇന്നലെ നല്ല ഒന്നാന്തരം ചീത്ത പറഞ്ഞു. 1-2 ചീത്തയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും റെന ഫാത്തിമയ്ക്ക് നാക്ക് ചൊറിഞ്ഞു വന്നു. നല്ല ഒന്നാന്തരം പുളിച്ച തെറി തിരിച്ചും ആ 19കാരി ഒനിലിനെ വിളിച്ചു. അതെല്ലാം ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ സീസണിലെ എല്ലാം പത്തരമാറ്റും തങ്കവുമാണ്. അടുത്തതായി കാണുന്ന കാഴ്ച അപ്പാനി ശരത് എന്ന് പറയുന്ന സാറ് ആര്യന്റെ മുമ്പിൽ തന്റെ പരാതിപ്പെട്ടി തുറന്നു വെക്കുന്ന കാഴ്ചയാണ്. അയാൾ പറയുകയാണ്, അവൻ ആരാ ഇവിടുത്തെ? അഭിലാഷിനെ കുറിച്ചാണ് കേട്ടോ. അവൻ ആരാണ് ഇവിടുത്തെ? അവൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നു. അവനാരാണ് എന്നോട് ഇതൊക്കെ പറയാൻ? ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഈ പറയുന്ന സാറ് വന്നു കയറിയ സമയം മുതൽ കഴിഞ്ഞ 2 ആഴ്ച വരെ ഇതേ റേഞ്ചിൽ തന്നെയായിരുന്നു എതിരാളികളെ അടിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ കാണുമ്പോഴേക്കും പിടിച്ച് താഴെ അടിക്കാൻ തോന്നുമായിരുന്നു. ആ തരത്തിലുള്ള മൊടയാണ് ഇയാൾ ഓരോ ദിവസവും ഇറക്കിക്കൊണ്ടിരുന്നത്. ആ വെടി അങ്ങ് തീർത്തു കൊടുത്തത് ഷാനവാസാണ്. RJ ബിൻസിയുടെ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് ഇങ്ങേരെ നല്ല രീതിയിൽ പൂട്ടി. അതോടുകൂടി ഇയാൾ ഒതുങ്ങി. ഇയാൾ ഇനി എവിടെയെങ്കിലും നാക്കെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഷാനവാസ് അടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം അപ്പാനിയുടെ ശരിക്കുള്ളൊരു ശബ്ദം ഇപ്പോഴാണ് കേട്ടത്. അതും ആര്യനെ വിളിച്ച് മാറ്റി നിർത്തി ബെഡ്റൂമിൽ കൊണ്ടുപോയി നിർത്തിക്കൊണ്ട് അഭിലാഷിനെതിരെ സംസാരിക്കുകയാണ്. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം നടന്നു. ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ തെരഞ്ഞെടുത്തു. ഒരു കൂട്ടമല്ല കേട്ടോ, 3 പേരെയാണ് തെരഞ്ഞെടുത്തത്. ഈ 3 പേരിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 13 വോട്ട് നേടി ശൈത്യ സന്തോഷ് 1ാം സ്ഥാനത്തെത്തി. ഈ ശൈത്യ സന്തോഷിനെ ആ വീട്ടുകാർ മുഴുവനും കഴിഞ്ഞ ആഴ്ച ഊടുപാടയെടുത്തിട്ട് അലക്കിയതാണ്. ശൈത്യയെ ഒന്നിനും കൊള്ളൂല, വെറും കഴുതയാണ്, ഈ വീട്ടിൽ തുടരാൻ യാതൊരു യോഗ്യതയുമുള്ളവളല്ല, പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ നോമിനേഷനിൽ കൂടി ഇവളെ പുറത്തു കളയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശൈത്യക്കെതിരെ വിരൽ ചൂണ്ടിയ മുഴുവൻ ആൾക്കാരും ഇന്നത്തെ ദിവസം തിരുത്തി പറയുന്ന കാഴ്ച കണ്ടപ്പോൾ സത്യം പറയാമല്ലോ, പെറ്റ തള്ള സഹിക്കുകയല്ല. 13 ആൾക്കാർക്ക് ശൈത്യ തന്നെ ക്യാപ്റ്റനായേ പറ്റുള്ളൂ. എന്താണ് അവർ പറഞ്ഞതെന്നറിയാമോ? ശൈത്യയെ ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി, അതിനൊരു മാപ്പാണ് എല്ലാവരും ചോദിക്കുന്നത്. ശൈത്യയെ ഒന്നിനും കൊള്ളില്ല എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ വീടിനെ നയിക്കുവാൻ യോഗ്യതയുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ വരുന്ന ആഴ്ചയിൽ അത് ശൈത്യ മാത്രമാണ്. ശൈത്യ ഞങ്ങളുടെ നേതാവെന്ന് പറഞ്ഞ് എല്ലാവരും ഒരുപോലെ ശൈത്യയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയാണ്. അതാണ് 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ശൈത്യ മോളിലിരിക്കുകയാണ്. 13 പേര് വോട്ട് ചെയ്തത് കൊണ്ട് ശൈത്യ ക്യാപ്റ്റൻ ആവില്ലല്ലോ. അതിനൊരു ടാസ്കും കാര്യങ്ങളും ഒക്കെ വേണം. അതിനുവേണ്ടി ഒരാൾ കൂടി വേണം. അപ്പാനി ശരത്ത് 6 വോട്ടുകളുമായി എത്തി. പെട്ടെന്ന് തേണ്ട അപ്പാനിക്കൊപ്പം ഡോക്ടർ ബിന്നിയെ കൂടി അവർ നോമിനേറ്റ് ചെയ്തു. അങ്ങനെ 6 വോട്ടുകൾ വീതം നേടി ബിന്നിയും അപ്പാനി ശരത്തും 13 വോട്ടുകളുമായി ശൈത്യയും നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് നടത്തി ആ ടാസ്കിൽ വിജയിക്കുന്ന ആളിനെ വേണം അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുവാൻ. ഇതങ്ങോട്ട് കഴിഞ്ഞ പാടെ അടുത്ത ചർച്ച അഭിലാഷും ഒനിലും കൂടി നെവിന്റെ അടുത്ത് ചെന്ന് ഒരു 1-ാം തരം കുത്തിത്തിരിപ്പ് നടത്തുന്നതാണ്. നെവിനെ ക്യാപ്റ്റനായിട്ട് ആരും സജസ്റ്റ് ചെയ്തില്ല. അവൻ എന്തെല്ലാം കഴിവുകളുണ്ട്, അവൻ എത്ര ടാസ്കുകളിൽ ജയിച്ചു, അവൻ പല കാര്യങ്ങളിലും മിടുക്കനാണെന്ന് തെളിയിച്ചവനാണ്.
പക്ഷേ എന്തുകൊണ്ട് അവന്റെ പേര് പറഞ്ഞില്ല? ഇതെല്ലാം കേട്ടുകൊണ്ട് നെവിൻ അവിടെ അങ്ങനെ താഴെ മലന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒനിൽ പറയുന്നുണ്ട്, അവരുടെ ഗ്രൂപ്പ് കളിയാണ്, വൃത്തികെട്ട ഗ്രൂപ്പ്, അപ്പാനിയുടെയും അക്ബറിന്റെയൊക്കെ ഗ്രൂപ്പ്. ഈ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടുമായിട്ട് നടക്കുന്ന അപ്പാനിക്ക് 6 വോട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അപ്പാനിയേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന നെവിൻ അവർ വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഇതാണ് ഗ്രൂപ്പ് കളിയുടെ പ്രത്യേകത. ഈ ഗ്രൂപ്പിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് നെവിനും. ആ നെവിനെ ആ ഗ്രൂപ്പിനകത്തുനിന്ന് പൊളിച്ച് പുറത്ത് ചാടിക്കുവാനുള്ള പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത്. പിന്നെ പറഞ്ഞ കാര്യത്തിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആകുവാൻ വേണ്ടി നെവിനെ തെരഞ്ഞെടുത്തില്ല എന്നുള്ളതിന്റെ പരിഭവമാണ് ഒനിൽ സാബു പങ്കുവെക്കുന്നത്. ഇന്റർനാഷണൽ കള്ളനാണ് നെവിൻ എന്ന് പറയുന്ന ആള്. ആ കള്ളന്റെ കയ്യിൽ ബിഗ് ബോസ് വീടിന്റെ താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മിക്കവാറും ഇപ്പോൾ തന്നെ അരപ്പട്ടിണിയാണ്. അത് മുഴുപട്ടിണിയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. മുച്ചൂടെ തിന്നു തീർക്കും അയാള്. കാരണം പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റംസ് ഒക്കെ പൂട്ടിവെക്കുകയും താക്കോല് ക്യാപ്റ്റൻ സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് പതിവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കള്ളനെ തന്നെയായിരിക്കും കാവലേൽപ്പിക്കുന്നത്. ഒടുവിൽ ഇയാളെ ക്യാപ്റ്റൻ ആക്കിയ ആൾക്കാർ അവിടെ പട്ടിണി കിടന്ന് ചാകേണ്ട സാഹചര്യം ഉണ്ടാവും. എന്തായാലും അയാളുടെ പേരാരും പറയാതിരുന്നത് കാര്യമായി. തുടർന്ന് വരുന്നത് ഹെൽത്തി ഗ്രോസർ കായത്തിന്റെ ഒരു പ്രമോഷനാണ്. 2 ടീമുകളായി പിരിഞ്ഞു നിന്നുകൊണ്ടാണ് ആ പ്രമോഷൻ പ്രോഗ്രാം അവർ ചെയ്തത്. അതിൽ ഒനിൽ സാബുവിന്റെ ടീമാണ് വിജയിച്ചത്. വളരെ മനോഹരമായിട്ട് ആ ടാസ്ക് അവർ ഏറ്റെടുക്കുകയും അത് പ്രസന്റ് ചെയ്യുകയും ചെയ്തു. അടുത്തതായി കാണുന്ന കാഴ്ച ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പുകളെ കുറിച്ചുള്ളൊരു ചർച്ചയാണ്. ഷാനവാസുമായിട്ട് അനുവാണ് ഉഗ്ര സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അനു പറയുന്നത്, നിങ്ങൾ ഗ്രൂപ്പ് പൊളിക്കാൻ ഇറങ്ങിത്തിരിച്ച ആളല്ലേ, ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആള് ഇപ്പോൾ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഷാനവാസ്, ഒനിൽ, അഭിലാഷ്, നിങ്ങൾ 3 പേരും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഗ്രൂപ്പ് പൊളിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, ഇവിടുത്തെ ഗ്രൂപ്പുകൾ മുഴുവൻ ഞങ്ങൾ പൊളിക്കും. അങ്ങനെ ഗ്രൂപ്പുകളെ പൊളിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് നിന്നതിനെ പൊളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ അതിനെ പൊളിക്കുകയാണ്. പക്ഷേ ഈ പൊളിക്കലൊക്കെ നടക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. അക്ബർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉള്ളിടത്തോളം സമയം ആ വീട്ടിലെ ഗ്രൂപ്പ് കളി നിർത്താൻ പറ്റില്ല. അക്ബർ എന്ന അച്യുതണ്ടിന്റെ ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം നാരീരത്നങ്ങൾ അവിടെയുണ്ട്. അവരൊക്കെ അക്ബറിനെ വലിയ സംഭവമായിട്ടാണ് കരുതുന്നത്. അക്ബർ ചീത്ത പറയാറുണ്ട്, അതുപോലെ അവിടെ പല കുൽസിതങ്ങളും നടത്താറുണ്ട്. അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ അക്ബർക്ക എന്ന് പറയുമ്പോഴേക്കും ഇത് കാന്തം പോലെ വലിച്ചടിപ്പിക്കുകയാണ്. അയാളുടെ അരികിൽ പോയിരുന്നു കൊണ്ട് പരദൂഷണം കേൾക്കുവാനും ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുവാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും അതൊരു അഡിക്ഷനായി പല ആൾക്കാർക്കും മാറിയിട്ടുണ്ട്. മുൻപ് ഇവരുടെ ഈ ഗ്രൂപ്പിസം ദൂരെ നിന്ന് നോക്കി കണ്ടുകൊണ്ട് അതിനെ വിമർശിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ അതെന്താണെന്ന് അറിയുവാൻ വേണ്ടി അതിന്റെ പിന്നാമ്പുറങ്ങൾ കൂടി ഇടയ്ക്കൊന്ന് നടക്കുകയും അല്പനിമിഷം അവിടെ പോയിരിക്കുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവരുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, അവർക്കും ഇപ്പോൾ വിട്ടുപിരിയുവാൻ പറ്റുന്നില്ല. കൃത്യസമയത്ത് ഈ ഗ്രൂപ്പിൽ പോയി നുണപറച്ചിൽ കേൾക്കുകയും പറയുകയും ചെയ്തില്ല എങ്കിൽ അവർക്കും എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ശൈത്യ, സന്തോഷ്, ആദില, നൂറ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കുകയാണ്. ആദിലയും നൂറയും ഒക്കെ നുണപറച്ചിലിന്റെ ടോപ്പ് ലെവലിലെത്തിയിരിക്കുന്നു. പക്ഷെ ഇവർ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഈ ഗ്രൂപ്പിനെതിരായിട്ട് ഭയങ്കര വികാര പ്രകടനങ്ങളൊക്കെ അനുവിനോട് നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ബെസ്റ്റ് ഉരുപ്പടികൾ തന്നെയാണ് എല്ലാം. പിന്നീട് അവിടെ നടക്കുന്നത് ദീർഘനേരങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പോരാട്ടമാണ്. പോരാട്ടത്തിന് വേണ്ടി ഇട്ടുകൊടുത്ത വിഷയം ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യമാണ്. അനീഷാണ് തുടങ്ങി വെക്കുന്നത്. അനീഷും ശാരികയും തമ്മിലാണ് ഒരു സംസാരം നടക്കുന്നത്. അനീഷിന്റെ അഭിപ്രായ പ്രകാരം ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ ഡിവോഴ്സുകളുടെയും പിൻപിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നുള്ളതാണ്. ഇത് കേട്ടപ്പോഴേക്കും അക്ബറിന് ചൊറഞ്ഞു. അക്ബർ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്, നീ പറഞ്ഞ 100% തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോഴേക്കും ശാരിക അതിൽ കയറി പിടിച്ചു. അയാൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഞാൻ ഡിവോഴ്സി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ എനിക്ക് 100% ഉറപ്പിച്ചു പറയാൻ പറ്റില്ല അയാളുടെ ഭാഗത്ത് മാത്രമാണ് കുറ്റമെന്ന്. എന്റെയും കുറ്റങ്ങളുണ്ട്, കാരണം ഞാൻ പൂർണ്ണതയുള്ള ഒരു വ്യക്തിയല്ല. എന്നിൽ വീഴ്ചകളുണ്ടെന്ന് അയാൾക്ക് ചൂണ്ടിക്കാണിക്കുവാനുണ്ടാവും, അതുപോലെ തന്നെ അയാളുടെ കുറ്റങ്ങൾ എനിക്കും ചൂണ്ടിക്കാണിക്കുവാനുണ്ടാകും. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അക്ബർ, നിലപാടില്ലാത്തവൾ, ഇത്രയും സമയം നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ കുറ്റങ്ങളാണ്, ഇപ്പോൾ നിങ്ങൾ അപ്പുറത്തേക്ക് ചാടിയിരിക്കുകയാണ്. ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം നടക്കുകയാണ്. സത്യത്തിൽ ഈ വിഷയം ലൈവിൽ ഏകദേശം 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഒരു പൊട്ടിത്തെറിയായിരുന്നു. അത് കണ്ടപ്പോൾ മനസ്സിലായത് ഉള്ളി പൊളിച്ചതുപോലെയുള്ളൂ. മാത്രവുമല്ല അവിടെ കൂടിയിരിക്കുന്ന മിക്ക ആൾക്കാർക്കും എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കേൾക്കുന്ന നമുക്കും മനസ്സിലാകുന്നില്ല. എല്ലാം കൂടി കിടന്ന് ഈ ചന്തയിൽ അലയ്ക്കുന്നത് പോലെ അങ്ങനെ അലച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഡിവോഴ്സ് എന്ന് പറയുന്ന വിഷയത്തിലാണ് തുടങ്ങിയത്, പക്ഷേ അത് എവിടെയാണ് പോയി അവസാനിച്ചതെന്ന് പറയാൻ പറ്റാത്ത നിലയിലായിപ്പോയി.
ഒരു ഭർത്താവിന്റെ ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ഭാര്യയ്ക്ക് ഒരിക്കലും ജീവിക്കേണ്ട ആവശ്യമില്ല. അയാളെ കൊണ്ട് പൊറുതിമുട്ടുന്നുണ്ടെങ്കിൽ അയാളെ വിട്ടുകളഞ്ഞിട്ട് മറ്റു വഴി നോക്കുക എന്നുള്ളത് ഭാര്യയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. പീഡനം സഹിച്ചവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മറുപക്ഷം ഇവിടെ വാദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ശാരിക പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീ എന്നോട് വന്ന് പറയുകയാണ്, എൻ്റെ ഭർത്താവ് എന്നെ കുടിച്ചിട്ട് വന്ന് കണ്ടമാനം മർദ്ദിക്കും, പക്ഷെ എനിക്ക് അയാളെ വിട്ടുപോകാൻ കഴിയില്ല. കാരണം കുടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം, അല്ലാത്ത സമയത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. അയാൾക്ക് എന്നെ ജീവനാണ്, പൊന്നുപോലെയാണ് എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അടിയും തൊഴിയും ഒക്കെ ഞാൻ അങ്ങ് സഹിക്കുകയാണ്. അപ്പോൾ ആദില, അങ്ങനെ സഹിക്കേണ്ട ആവശ്യം അവർക്ക് എന്താണ്? അത് അവരോട് ചോദിക്കണം. അത് പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. അവർ അയാളെ കളഞ്ഞിട്ട് പോവുക തന്നെയാണ് വേണ്ടത്. ആ സ്ത്രീ വിവരം കെട്ട സ്ത്രീയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആദില മറുന്യായവും പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇവർക്കെല്ലാം ഇവരുടേതായിട്ടുള്ള ആശയങ്ങളും തത്വങ്ങളും ന്യായങ്ങളും ഒക്കെയുണ്ട്. അത് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള വലിയ പരാക്രമങ്ങൾ ഈ ബഹളത്തിനിടയിൽ നടത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ശാരികയും അക്ബറും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ ആക്ഷേപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശാരികയ്ക്കെതിരായി അക്ബർ അങ്ങോട്ട് കത്തി കയറുകയാണ്. അപ്പോൾ ശാരിക നന്നായിട്ട് തിരിച്ചടിക്കുന്നുണ്ട്. നീ കൂടുതൽ സ്ത്രീകളെ സ്നേഹിക്കുന്ന ആ സ്നേഹമൊന്നും വെളിപ്പെടുത്തണ്ട. ഇവിടെ പല സ്ത്രീകളോടും നീ എന്തൊക്കെയാണ് കാണിച്ചതെന്നും പറഞ്ഞതെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് ആൾക്കാർ ഞെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, കണ്ണിറുക്കി കാണിക്കുന്നു. പല പരിപാടികൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. കാരണം അക്ബറിനെ കുറിച്ച് അവിടെ പലർക്കും സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ പല കംപ്ലൈന്റുകളും 1-2 ആഴ്ചകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഒരു വാക്ക് വരികയാണ് അനീഷിന്റെ വായിലെന്നും. വല്ലവനുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വല്ലതുമൊക്കെ പറയും. ആ ഒരൊറ്റ വാക്കിനെ പിടിച്ചുകൊണ്ട് അപ്പാനി പൊട്ടിത്തെറിക്കുകയാണ്. കേരളത്തിലുള്ള യൂട്യൂബർമാരെ ആക്ഷേപിച്ചിരിക്കുന്നു. ഇത് പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. വലിയൊരു ബോംബ് പൊട്ടിക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ ശാരിക തുടക്കത്തിൽ തന്നെ അതിനെ അടിച്ച് ഷെഡിൽ കയറ്റി കളഞ്ഞു. അതുകൊണ്ട് അപ്പാനിക്ക് കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ അവിടെ പറ്റിയില്ല. എന്തായാലും പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് ശാരിക പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പിന്നെയും അക്ബറിന്റെ നേതൃത്വത്തിൽ ആക്ഷേപഹാസ്യ ഗാനങ്ങളൊക്കെ പാടി ശാരികയെ കണക്കിനവർ പരിഹസിക്കുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. സത്യത്തിൽ ഇയാളുടെ ഈ നുണ പറച്ചിൽ കേൾക്കുവാൻ വേണ്ടിയും നുണ പറയാൻ വേണ്ടിയും ഇയാളുടെ ചുറ്റിലും വട്ടമിട്ട് പറക്കുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങളെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. എന്തെല്ലാമാണ് അവിടെ പറയുന്നത്. ആ വീട്ടിൽ അവർ പരിഹസിക്കാത്തതായിട്ടുള്ളത് ആ ഗ്രൂപ്പിലെ അംഗങ്ങളെ മാത്രമാണ്. ഇല്ല, ചില സമയങ്ങളിൽ ആ ഗ്രൂപ്പിലുള്ളവർ പോലും അതിനകത്തുനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിയുമ്പോൾ അവരുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം അവിടെ ഇരുന്നു കൊണ്ട് എണ്ണാറുണ്ട്. കലാഭവൻ സരിക, രണ ഫാത്തിമ, ഡോക്ടർ ബിന്നി ഇവരൊക്കെ ഇത് ശരിക്കും ആസ്വദിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കൃത്യസമയത്ത് ഇത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം വരില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അടുത്തതായി കണ്ട കാഴ്ച അതാണ് ഈ സീസണിന്റെ ഏറ്റവും വലിയ പണിയെന്ന് ഞാൻ പറയും. ജിസൈലിനെയും ഒനിലിനെയും ജയിലിലടയ്ക്കുകയാണ്. ജിസൈലിന്റെ സകല അർമാദിക്കലിനും എല്ലാ അടിഞ്ഞാട്ടങ്ങൾക്കും ഇവിടെ ബിഗ് ബോസ് വലിയ പണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ 7ന്റെ പണിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. എന്താണ് ബിഗ് ബോസ് കൊടുത്ത പണിയെന്നല്ലേ? ജയിലിനകത്തേക്ക് ഒനിലിനെയും ജിസൈലിനെയും പൂട്ടുന്നു. അതിനുശേഷം അവർക്കൊരു ജയിൽ ടാസ്ക് കൊടുത്തു. 2 ഇരുമ്പ് കമ്പി കഷ്ണം കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ സെക്കൻഡിലും ക്ലോക്കിന്റെ സൂചി ടിക് ടിക് എന്നടിക്കുന്ന അതേ വേഗതയിൽ അവരിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കണം. ഒരാൾ അടിക്കണം, ഒരാൾ എണ്ണിക്കൊണ്ടിരിക്കണം. 60 സെക്കൻഡ് ടിക് ടിക് എന്നടിക്കുക. ആ കൂട്ടത്തിൽ അപ്പുറത്തിരിക്കുന്നയാൾ എണ്ണുകയും ചെയ്യുക. 60 സെക്കൻഡ് പൂർത്തിയാക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നയാൾ കൈയടിക്കണം. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ ആവർത്തിക്കുക. ഇങ്ങനെ 1 മണിക്കൂറായി കഴിയുമ്പോഴേക്കും ഭിത്തിയിൽ ചോക്ക് കൊണ്ട് 1 മണിക്കൂറായി എന്ന് എഴുതുക. ഇത് 1 മണിക്കൂർ കൊണ്ട് നിർത്താൻ പറ്റില്ല, 2 മണിക്കൂർ കൊണ്ട് പറ്റില്ല. രാത്രി വെളുക്കോളവും ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കണം. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ജയിൽ ടാസ്ക് വന്നിട്ടില്ല. ഇതിനെ 7ന്റെ പണിയെന്ന് പറയാൻ ഒരിക്കലും കഴിയുകയുമില്ല. ബിഗ് ബോസ് പറയുന്നുണ്ട്, ഈ ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സമയം അറിയാൻ പോകുന്നത്. രാത്രി 9 മണിക്ക് 2നെയും ജയിലിലടച്ചു. ഒരു തെറിവിളിയുടെ പേരിലാണ് ഒനിൽ ഇതിനകത്ത് അടയ്ക്കപ്പെട്ടത്. പക്ഷേ എനിക്ക് തോന്നിയത് ജിസേലിനോടുള്ള കലിപ്പ് കൊണ്ടാണ് ബിഗ് ബോസ് ഇത്രയും വലിയൊരു ടാസ്കുമായിട്ട് ഇതിനകത്തേക്ക് എത്തിയത്. ബിഗ് ബോസിന് പുല്ലുവില, ലാലേട്ടന് പുല്ലുവില. ബിഗ് ബോസിന്റെ റൂളുകൾക്ക് ഒരു വിലയുമില്ല. നിരന്തരം മോഷണം തന്നെ മോഷണം. അങ്ങനെ മോഷണക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട ആളിന് ഇനി ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല. അതുമാത്രവുമല്ല, മോഷണം, കള്ളത്തരം എന്നുള്ളത് ജീവിതത്തിൽ എവിടെയെങ്കിലും കേട്ടാൽ അപ്പോൾ ജിസേൽ ഞെട്ടണം. ആ രീതിയിലുള്ള പണിയുമായിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത്. കമ്പി കഷ്ണവുമായി രാവിലെ വരെ അടിച്ചുകൊണ്ടിരിക്കുക. അതും കൃത്യം സെക്കൻഡുകൾ രേഖപ്പെടുത്തുന്ന രീതിയിൽ തന്നെ അടിച്ച് ശബ്ദം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കണം. നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ ബിഗ് ബോസ് ചോദിക്കും എത്ര മണിക്കൂർ നിങ്ങൾ അടിച്ചിട്ടുണ്ട് എന്ന്. ആ സമയത്ത് നിങ്ങളുടെ സമയം പറയുക. ഈ സമയം തന്നെ ബിഗ് ബോസ് ക്ലോക്കിൽ നോക്കും. ഇവർ പറഞ്ഞ സമയവും ബിഗ് ബോസിന്റെ സമയവും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രാവിലെ ജയിലിൽ നിന്നും മോചനമുണ്ടാവും. 2-3 മിനിറ്റ് പിറകിലേക്ക് മാറാം, മുൻപോട്ടും മാറാം. പക്ഷെ 3 മിനിറ്റിന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറിയാൽ
ലാലേട്ടൻ വരുന്ന സമയം വരെ ഈ അടി അവിടെ തുടർന്നുകൊണ്ടേയിരിക്കണം. ജിസൈൽ ഞെട്ടിപ്പോയി. ജിസൈൽ പറയുക, ബിഗ് ബോസേ, ഞാൻ ജയിലിൽ വന്നപ്പോൾ തന്നെ ഈ പണി നിങ്ങൾ കാണിച്ചല്ലോ, വേറെ ആർക്കും ഇത് കൊടുത്തില്ലല്ലോ. അതെ, വേറെ ആർക്കും ഇത് കൊടുക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ബിഗ് ബോസ് ഉണ്ടാക്കിയെടുത്ത സ്പെഷ്യൽ പണിയാണ്. ഇതുകൊണ്ട് മാത്രമേ നിങ്ങളെ ഒതുക്കാൻ പറ്റൂ എന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. എന്തായാലും ഊണും ഉറക്കവും ഇല്ലാതെ, ഒന്ന് ടോയ്ലറ്റിൽ പോകുവാൻ പോലും പറ്റാതെ ടിക് ടിക് ശബ്ദവുമായി ബിഗ് ബോസ് പറയുന്ന സമയം വരെ അവിടെ കഴിച്ചുകൂട്ടുക എന്നുള്ള ആ ക്രൂരമായ ശിക്ഷാവിധിക്ക് അടിപ്പെട്ടിരിക്കുകയാണ് ഒനിൽ സാബുവും ജിസൈലും. ഈ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീടിനകത്ത് ഭക്ഷണമേശക്കരികിൽ നല്ലൊന്നാന്തരം കോമഡി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കൊമേഡിയനാണല്ലോ നെവിൻ. നെവിൻ അനീഷിനെയും ഷാരികയെയും ഷാനവാസിനെയും ഒക്കെ അനുകരിക്കുകയാണ്. ഇത് കണ്ട് അനീഷിന് ചിരി സഹിക്കുവാൻ പറ്റുന്നില്ല. അനീഷ് നിരന്തരം ഉപയോഗിക്കുന്ന എടാ മരക്കഴുതേ ഈ വാക്കുകളൊക്കെ അയാൾ അവിടെ വിളിച്ചു പറയുന്നുണ്ട്. ജയിലിൽ ഇപ്പോഴും ടിക് ടിക് ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ കമ്പി തയ്യാറായി. മണിക്കൂർ 5 കഴിഞ്ഞു. വെളുപ്പിന് 2 മണിയാകുന്നു. ഈ സമയത്ത് കേൺ അപേക്ഷിക്കുകയാണ് ഒനിൽ സാബുവും ജിസൈലും കൂടി, ബിഗ് ബോസ്, ഞങ്ങളിനി ഒരു തെറ്റും ചെയ്യില്ല, ഈ ടാസ്ക് ഒന്ന് അവസാനിപ്പിക്കണം. ബിഗ് ബോസ് അത് കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഈ സമയത്ത് ബിഗ് ബോസിനും ഉറങ്ങണമല്ലോ. ഈ രണ്ടാൾക്കാരും ഉറങ്ങാതിരുന്നു കൊണ്ട് കമ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഇവരുടെ കമ്പിയടി ശബ്ദം കേട്ടിട്ട് ഉറക്കം വരാതിരിക്കുന്ന വീട്ടിലെ അംഗങ്ങൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. അഭിലാഷ് ഇത് കണ്ടിട്ട് ക്യാമറയുടെ മുമ്പിൽ പോയി ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്, ഈ ടാസ്ക് ഒന്ന് നിർത്തിവെക്കാൻ പറ്റുമോ പ്ലീസ്. പക്ഷേ ബിഗ് ബോസ് കേൾക്കുന്നില്ല. മണി 2 കഴിഞ്ഞപ്പോഴേക്കും ജിസൈൽ തളർന്നു. ഒനിൽ സാബു അപ്പോഴേക്കും ഉറക്കം പിടിച്ചു കഴിഞ്ഞു. പതിയെ കമ്പി അവിടെ മാറ്റിവെച്ചിട്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ജിസൈലും പുതപ്പിട്ട് മൂടിക്കിടക്കുന്നിടത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിന്റെ അനന്തരഫലം എന്താണ് എന്നുള്ളത് നാളെ രാവിലെ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. ലാലേട്ടൻ വരുന്ന സമയം വരെയോളം ഇങ്ങനെ കമ്പി അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാഴ്ചകളാണ്. എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ആർക്കും തന്നെ തളയ്ക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയിൽ മുൻപോട്ട് പോയ ജിസൈലിന് കൃത്യമായിട്ട് ബിഗ് ബോസ് മൂക്ക് കയറിട്ടിരിക്കുകയാണ്. ഈ ഓർമ്മ ജിസൈലിന്റെ ഉള്ളിൽ നിന്നും ഒരു കാലത്തും വിട്ടുപോകുകയുമില്ല. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഒന്ന് ഹൈപ്പ് അടിക്കുവാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതെന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.